ഭിന്നശേഷിക്കാരനായ വിജു പൗലോസിനും കുടുംബത്തിനും തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനത്തിന്റെ താക്കോൽദാനം യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പ്രതീക്ഷകളിലാണ്. ഗോപിനാഥ് മുതുകാട് തെളിച്ച പ്രതീക്ഷ എന്ന വെളിച്ചത്തിലൂടെ ഭിന്നശേഷിക്കാരനായ വിജുവിനും കുടുംബത്തിനും പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഉദ്ഘാടനത്തിനിടെ അദ്ദേഹം പറഞ്ഞു. ചിന്താശേഷിയുള്ള വ്യക്തിത്വങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സമൂഹം അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ജില്ലയിലും ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ തുടർന്ന് സമൂഹത്തിന്റെ കടമയാണ് ആ ജില്ലയിൽ അത്തരത്തിൽ ആ മാതൃകയിലുള്ള നിരവധി വീടുകൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുക എന്നത്. അതിന് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. സമൂഹത്തിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് ഈ വീട്ടിലേക്ക് ജീവിതം പറിച്ചു നടുന്ന അല്ലെ പുതിയ ജീവിതം ആരംഭിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിജു പൗലോസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ഐശ്വര്യപൂർണമായ ജീവിതം, ഒരു രണ്ടാം ഘട്ട ജീവിതത്തിൻ്റെ ഒരു കുതിപ്പിനുള്ള ഒരു സ്ഥലമായി, ഒരു ലോഞ്ചുപാടായി എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രതീക്ഷാനിർഭരമായ ജീവിതത്തിൽ തളരാതെ മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജം നൽകുന്ന ഒരു വീടായി ഇത് മാറട്ടെ. നിങ്ങളുടെ മുന്നിൽ മാതൃകയാവേണ്ടത് ശ്രീ ഗോപിനാഥ് മുതുകാടാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നടത്തിയ അതേ ഊർജവും പ്രചോദനവും നിങ്ങൾക്കും അടുത്ത ഘട്ടത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള എല്ലാ ഊർജവും പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തൊടുപുഴ വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറേക്കാട്ടിൽ, പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ, ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാനറ്റ് മാനേജർ സുനിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ഈ ഒരു വീട് സമർപ്പിക്കുന്നതിനകത്തുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ്. വീട് കൊടുക്കുക എന്നതിലപ്പുറം ഒരു ഇൻക്ലൂസീവ് കേരള എന്ന് പറയുന്ന ഒരു സംരംഭം ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ വീട് കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക്. ഓരോ ജില്ലയിലും ഇത് കൊടുക്കുമ്പോൾ, ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു, ഇവിടെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ട് ഇന്ന് തൊടുപുഴയിൽ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഓരോ വ്യക്തികളായിരിക്കണം ഇത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം നമ്മുടെ കേരളവും ലോകത്തെവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവർ മുഴുവൻ അത്രമാത്രം ഹൃദയത്തിലേറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രഭാഷണങ്ങളും ചിന്താഗതികളും നമ്മൾ ശരിക്കും കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലതവണ ബന്ധപ്പെട്ടു. അദ്ദേഹം യാത്രയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു, ഇത് വേറെ ആരും കൊടുക്കില്ല, അദ്ദേഹം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എത്ര ദിവസം ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഡേറ്റ് അദ്ദേഹത്തിന് ഒരു യാത്രക്കിടയിൽ ഒരു ഡേറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചെറുപുഷ്പം ജെയ്സനു വേണ്ടി മകൻ സാം ജെയ്സൺ, എഞ്ചിനീയർ അനൂപ്, സപ്പോർട്ടർ ഔസേപ്പച്ചൻ എന്നിവരെ മൊമന്റോ നൽകിയും പൊന്നാടി അണിയിച്ചും ആദരിച്ചു. തങ്ങളുടെ സേവനങ്ങൾ ഇവർ സൗജന്യമായാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ഡിഫറന്റ് ആർട്സ് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽ ചെയർ ബിജുവിന് കൈമാറി. വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു വീട് നിർമ്മിച്ച് ലഭിച്ചതിന്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുതുകാട് സാറിന്, അതിന് പിന്നിലുള്ള എല്ലാ ആളുകളെയും നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി ഓർക്കുകയും അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വഴിത്തല.